സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ.ജി. ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, പ്രധാനമന്ത്രിയുടെ ഒരു വീഡിയോ സന്ദേശം, അത് രാജ്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ നിന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ സന്ദേശം മെറ്റ അത് മുക്കുന്നു മണിക്കൂറുകളോളം. അതിന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും പിന്നീട് ഞങ്ങൾക്ക് പറ്റിയൊരു പിഴവ് എന്ന രീതിയിൽ അവരത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ മെറ്റ അധികൃതർ വന്ന് കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പിരക്കുന്നു. ആ മാപ്പിരക്കൽ എത്രത്തോളം ആത്മാർത്ഥമാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വസ്തുത? അത് ഇപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഈ കോക്രോച്ച് പാർട്ടി യുവാക്കളുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവസാനം ഒരു നിർണായക ഘട്ടത്തിൽ ഒരു രാജ്യം ഒരു വല്ലാത്ത സന്ദിഗ്ധ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി ആ ഒരു പ്രസ്താവന എന്താ പറയുക വിദ്യാർത്ഥികളോട് ആ ഒരു ആഹ്വാനം നടത്തിയതും വളരെ നിർണായകമായ ഒരു പോസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു സംശയമില്ല. അപ്പൊ അത് ഈ ആ സമരത്തെ ഇന്ത്യ മാത്രമല്ല നോക്കിക്കൊണ്ടിരുന്നത്, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ആ ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദേശം പ്രകടിപ്പിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന അല്ലെങ്കിൽ ആ ആഹ്വാനം അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളോടുള്ള അഭ്യർത്ഥന വളരെ നിർണായകമായിരുന്നു. അത് ഇട്ടിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു നിഷ്കളങ്കമായ അപ്രത്യക്ഷമാകൽ എന്ന് നമുക്ക് ഒരിക്കലും നിരീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം നിഷ്കളങ്കമായ ഒരു ആണ് സംഭവിച്ചിരുന്നതെങ്കിൽ അത് അധികം താമസിയാതെ തന്നെ അത് വീണ്ടും രംഗപ്രവേശം ചെയ്യുമായിരുന്നു. ലോകം മുഴുവൻ, അല്ലെ ഇന്ത്യയിലെ ജനങ്ങളും, വിശേഷിച്ചും ഇന്ത്യയിലെ യുവാക്കളാണ് അത് കാണേണ്ടത്, ഇന്ത്യയിലെ ജനങ്ങളാണ് കാണേണ്ടത്. ആ കാണേണ്ട നിർണായക സമയത്താണ് അത് അപ്രത്യക്ഷമാകുന്നത്. അതിനുശേഷം ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറഞ്ഞിട്ട് മെറ്റ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. അല്ല സാർ, അതിലൊരു കറക്ഷൻ ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമാണ് അതിന്റെ ലഭ്യത ഇല്ലാതിരുന്നത്, ഇന്ത്യക്ക് പുറത്ത് അത് കിട്ടുമായിരുന്നു. അപ്പൊ അതിന്റെ സാങ്കത്യമാണ് മനസ്സിലാകാത്തത്. അതെ, അപ്പൊ അതിനകത്ത് അവിടെ ഞാൻ പറഞ്ഞത് നിഷ്കളങ്കമായ അപ്രത്യക്ഷമാകലായിരുന്നില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യയിൽ മാത്രം, ഇന്ത്യയിലെ ജനങ്ങള്, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ യുവതീ-യുവാക്കൾ കേൾക്കേണ്ട ഒരു സന്ദേശം കേൾക്കേണ്ട സമയത്ത് കേൾപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പിഴവ് വന്നത് എന്നൊക്കെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്കതിന്റെ ഇന്ത്യ ഗവൺമെന്റിന് അതിന്റെ അന്വേഷണ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ അതിപ്പോ സാധ്യമല്ല. മാത്രമല്ല, ഇന്നത്തെ ഗ്ലോബൽ ഓർഡറിൽ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ അധീനതയിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ മെറ്റയ്ക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരങ്ങളും നാട്ടിലെ നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം മെറ്റയ്ക്ക് നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതിന് തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിന്റെ സക്കർബർഗിന് അത് അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് അതിന്റെ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സിന്റെ മേധാവിയായ ജോയൽ കപ്ലാനെ കൊണ്ട് ഈ നിരുപാധികം മാപ്പ് പറയുകയും, പക്ഷെ ഈ വിഷയത്തിലല്ല മാപ്പ് പറഞ്ഞത്, പൊതുവിൽ ഒരു മാപ്പ് പറയുകയും, അതേപോലെ തന്നെ ഡീപ് ഫേക്ക് ആയിട്ടുള്ള, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഡീപ് ഫേക്ക് വീഡിയോ അത് ഇട്ടതിനും കുട്ടികളെ സംബന്ധിക്കുന്ന ലൈംഗിക പോസ്റ്റുകൾ വന്നതിനുമൊക്കെ നിരുപാധികം മാപ്പ് പറയുകയും ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അപ്പം ഇന്ത്യ ഗവൺമെന്റിന് ഒറ്റയടിക്ക് മെറ്റയ്ക്കെതിരെയുള്ള നിരോധനം ഏർപ്പെടുത്താനും സാധ്യമല്ല. കാരണം ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യയിലെ ജനങ്ങളുടെ വരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഈ വീഡിയോയും ഈ പറഞ്ഞതുപോലെ വ്യൂവർഷിപ്പ് കിട്ടി പേയ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു ശതമാനമാണ് നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ നല്ലൊരു ശതമാനം അവർക്കാണ് പോകുന്നത്. പക്ഷെ ഇന്ത്യയിലെ ഈ ഓറഞ്ച് എക്കോണമി എന്ന് പറയുന്ന എക്കോണമി ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും ഈ ഇന്റർനെറ്റ് ഉപയോഗിച്ചുണ്ടാവുന്ന എക്കോണമിക്കാണ് ഓറഞ്ച് എക്കോണമി എന്ന് പറയുന്നത്. ഈ ഓറഞ്ച് എക്കോണമി ഇന്ത്യയിലെ ഒരു എമർജിങ് എക്കോണമിയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് വരുത്തിക്കാൻ മാത്രമേ സാധ്യമാവുള്ളൂ. അത് ഗവൺമെന്റ് ഇടപെട്ടു.
ഇവിടെ സാർ എൻ്റെ ഒരു ഞാൻ സംശയം പറഞ്ഞല്ലോ എനിക്ക് ആ എൻ്റെ ഒരു സംശയം നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തെ പോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ അവിടെ കയറി ഇടപെടുക എന്ന് പറയുമ്പോൾ മെറ്റയുടെ വിശ്വാസ്യതയല്ലേ വാസ്തവത്തിൽ തകരുന്നത്? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ ഒരിക്കലും അതൊരു യാദൃച്ഛികമായി സംഭവിച്ച ടെക്നിക്കൽ ഗ്ലിച്ച് അതിന്റെ പട്ടികയിൽ പെടുത്താൻ പറ്റുന്നതല്ല. അങ്ങനെ ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് പറ്റുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിന്റെ അതല്ലെങ്കിൽ മെറ്റയുടെ തന്നെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇത്രയും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പിന്നെ ഒരു ഹാൻഡിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മില്യൺസ് ആണ് അദ്ദേഹത്തിന്റെയും ഫോളോവേഴ്സ്. തീർച്ചയായിട്ടും അത്തരമുള്ള അക്കൗണ്ടുകളൊക്കെ ഉള്ള എവരെയും അത്തരം അക്കൗണ്ടുകളൊക്കെ വളരെ പ്രത്യേക കാറ്റഗറിയിൽ നിരീക്ഷിക്കുന്ന അക്കൗണ്ടുകളാണ്. കാര്യം അവർക്കും വാല്യുബിൾ ആണ് ഇത്തരം അക്കൗണ്ടുകൾ, അവരുടെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്തരം അക്കൗണ്ടുകൾ. അപ്പൊ അത് ഒരിക്കലും അത് നിഷ്കളങ്കമായി സംഭവിച്ചതല്ല. അതിന്റെ പിന്നിൽ ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് സംശയമില്ല കാര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സമരത്തിൽ ഇപ്പം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ലാത്ത വ്യക്തിയാണ്. കാരണം സോനം വാങ്ചുക് നിരാഹാരം കടന്ന സമയത്ത് കേന്ദ്ര സർക്കാർ വന്ന് വാങ്ചുക്കുമായിട്ട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരത്തിലേക്ക് നേരത്തെ തന്നെ പോകേണ്ടതായിരുന്നു എന്ന് വ്യക്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ പ്രധാനമന്ത്രി ഒരു ഞാൻ പറയും, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ജനാധിപത്യ സംവിധാനം വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ സമരം ശക്തമായി ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഗവൺമെന്റ് എത്തുന്നു. അപ്പൊ ഗവൺമെന്റ് കേൾക്കാൻ തയ്യാറാവുന്നു, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നു. അപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്ന് രാജ്യത്ത് ജനങ്ങളോട് ഇങ്ങനെ ചില പ്രസ്താവന അല്ലെ അഭ്യർത്ഥന നടത്തുമ്പോൾ ആ സമയം ഇന്ത്യയിൽ മാത്രം അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ചില താല്പര്യം ഇല്ല എന്ന് പറയുന്നത് ഒട്ടും വിശ്വസനീയമല്ല. ആ താല്പര്യത്തെ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോ നമുക്കറിയാം അമേരിക്കയുടെ താല്പര്യങ്ങളെല്ലാം അറിയാം. അമേരിക്കയുടെ ഒരു പൊതു സമീപനം എന്ന് പറയുന്നത് മറ്റ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അസ്വസ്ഥതകളെ സൃഷ്ടിക്കുക, അതിലൂടെ സംഘടനത്തെ സൃഷ്ടിക്കുക, ആ സംഘടനത്തിലൂടെ തങ്ങളുടെ ഈ പറഞ്ഞതുപോലെ ആയുധ വിപണിക്കുള്ള മാർക്കറ്റ് വികസിപ്പിക്കുക, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി വർദ്ധിക്കുക. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ പൊതു നിലപാട്. അത് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണോ? കാരണം ഈ കോക്രോച്ച് സമരം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതായത് പാർലമെന്റ് മാർച്ച് നടന്നു, അതിനകത്ത് അടിയുണ്ടാവുന്നു, സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, അതിനകത്ത് പല പല ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നു, അതിനകത്ത് ആന്റി സോഷ്യൽസ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്ന സമയത്ത് അപ്പൊ ആന്റി സോഷ്യൽസും ബോധപൂർവം ആരെങ്കിലും ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അപ്പൊ അങ്ങനെ ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് സംശയിക്കുന്ന സാഹചര്യത്തിൽ ഈ പോസ്റ്റ് ഇന്ത്യയിൽ മാത്രം അപ്രത്യക്ഷമായത് ഒരിക്കലും നിഷ്കളങ്കമോ ടെക്നിക്കൽ ഗ്ലിച്ചോ അല്ല. പക്ഷെ സാർ ഒരു കാര്യം കൂടി സാന്ദർഭികവശാൽ പറയുകയാണ്. നമ്മുടെ അമേരിക്കയിലെ ക്യാപിറ്റോൾ കലാപം ഉണ്ടായ സമയത്തും അതിനു മുമ്പ് അതിനനുബന്ധമായിട്ട് ട്രംപിന്റെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സമാനമായ രീതിയിൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു മുന്നനുഭവമുണ്ട്. അപ്പോൾ ട്രംപിനെതിരെ പോലും നടപടിയെടുക്കാൻ മടിച്ചിട്ടില്ല ഇക്കൂട്ടർ. അങ്ങനെ വരുമ്പോൾ മോദിക്കെതിരെ നടപടിയെടുത്തതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അല്ല, അതിനകത്ത് ഒരു ന്യായമായ ഒരു സംഗതിയുണ്ട്. കാരണം ഈ ക്യാപിറ്റോൾ കലാപത്തിന്റെ സന്ദർഭത്തിലാണ് ക്യൂ ഡ്രോപ്സ് എന്ന് പറയും. അറിയാമോ സാധനം? ക്യൂ ഡ്രോപ്സ് എന്ന് പറയുന്ന സംഗതി, അതായത് QAnon എന്ന് പറയും. QANON, QAnon. ഈ QAnon മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഈ അനാർക്കിസ്റ്റുകളും ഈ തീവ്ര വലതുപക്ഷക്കാരായിട്ടുള്ളവര് ആണ് ഉണ്ടാക്കിയ ഒരു തിയറിയാണ്. ഈ ഡീപ് സ്റ്റേറ്റ് ആണ് അമേരിക്ക ഭരിക്കുന്നത് എന്നുള്ള ഒരു സംഗതി കൊണ്ടുവന്ന അതിനകത്ത് ഈ ട്രംപ് അവരെ അനുകൂലിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ അപ്പൊ QAnon മൂവ്മെന്റ് ഒരു എന്താ പറയുക, ഒരു അധോലോകത്ത് നടന്നൊരു സംഗതിയാണ്. അപ്പൊ ആ QAnonന്റെ ആൾക്കാരാണ് അവിടെ വന്ന് ഈ പ്രക്ഷോഭം നടത്തിയത്. അതിന്റെ പേരിലാണ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെൻസറിങ് നടത്തിയതെന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ ഒരു സംഗതിയും നമ്മളുടെ ഇവിടുത്തെ ഇതിൽ പ്രതീക്ഷിക്കാവുന്ന. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരിക്കലും നിഷ്കളങ്കമല്ല. പക്ഷെ നമുക്ക് വരെ നിവൃത്തിയില്ല. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് വരെ നിവൃത്തിയില്ല.
അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നിയമങ്ങളെ ശക്തമാക്കി അവരെ മെരുക്കി നമ്മളുടെ വഴിയെ കൊണ്ടുവരാൻ നമ്മളുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അവരെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴികളുള്ളൂ. അതിപ്പോ ഗവൺമെന്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഇതിനകത്ത് മറ്റൊരു വലിയ ഗുണകരമായ ഒരു സംഗതി കാണുന്നത്, ഇതിനകത്ത് ഡീപ് ഫേക്ക് പോസ്റ്റും ഈ കുട്ടികളുടെ ലൈംഗിക കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈംഗിക പോസ്റ്റുകളും ഒക്കെ അത് മെറ്റയെ കൊണ്ട് പൂർണ്ണമായിട്ടും നിരോധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിൽ ഒരു സാന്ദർഭികമായി ഈ ഒരു സംഗതി അതിലേക്ക് നയിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണുന്നത് ആ ഒരു സംഗതിയാണ്. കാരണം അത് വലിയ അപകടമാണ്. ഇന്നിപ്പോ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തായ്ലൻഡിൽ നടന്നൊരു സംഭവമുണ്ട്. അവിടെ 14 പേരെ ഒരു 9ാം ക്ലാസ്സുകാരൻ വെടിവെച്ച് കൊന്നു. ക്ലാസ് മുറിയിൽ ചെന്നു. ആ ക്ലാസ് മുറിയിൽ ചെന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് ഈ മൂപ്പര്, ഈ 14കാരൻ അവന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഈ വെടിവെച്ച് കൊന്നിട്ടാണ്, മുത്തശ്ശന്റെയാണ് തോക്ക്, കൊണ്ടുവന്ന് ഈ കുട്ടി ക്ലാസ്സിൽ കയറി തുരുതിരെ വെടിവെച്ചു, കുട്ടികളെയും മറ്റുള്ളവരെയും മരിച്ചു. അവൻ പിടിക്കപ്പെടുമെന്നായപ്പോഴത്തേക്ക് ലാബിൽ പോയി ഒളിച്ചു. ഈ 14കാരൻ സ്വയം വെടിവെച്ച് മരിച്ചു. അപ്പൊ ഈ ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന അസ്വസ്ഥതയും സംഘർഷവും സംഘട്ടനവും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതിലേക്ക് നയിക്കുന്നത്. ഇതിനെ നമ്മൾ തായ്ലൻഡിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണരുത്. ഇത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ കൗമാരക്കാരിലുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയിലുണ്ടാവും, ജന ആൽഫയ്ക്ക് ശേഷം ഉണ്ടാവുന്ന കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ജന ആൽഫയിലേക്ക് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ അതിനകത്തൊരു ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഈ പോസ്റ്റ് നീക്കി ഒരു മാപ്പ് പറഞ്ഞ് ഈ മെറ്റയെ നമ്മൾ വഴിക്ക് കൊണ്ടുവന്ന് ഈ രണ്ട് കാര്യങ്ങൾ, അതുപോലെ ഡീഫേക്കും വളരെ അപകടകരമാണ്. കാര്യം പല സന്ദർഭങ്ങളും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ ഒരു പ്രസ്താവന ഇറക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് തന്നെ പരിചയമുള്ള ഒട്ടേറെ 1-2-3 സുഹൃത്തുക്കള് ഈ പറഞ്ഞതുപോലെ നിർമ്മല സീതാരാമന്റെ പോസ്റ്റ് കണ്ടിട്ട് 22,000 രൂപ നിക്ഷേപിച്ചു. ഒരു ദിവസം എത്രയോ ലക്ഷം കണക്കിന് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട്, തുടക്കകാലത്ത്, ഇപ്പോഴല്ല, തുടക്ക കാലഘട്ടത്തിൽ. അപ്പൊ ഇതെല്ലാം ഡീപ് ഫേക്ക് ആണ്. കാര്യം നോക്കുന്ന സമയത്ത് നിർമ്മല സീതാരാമൻ പറയുന്ന പോലെയാണ്, ധനമന്ത്രിയാണ് പറയുന്നത്, നിങ്ങൾ 22,000 രൂപ ധൈര്യപൂർവ്വം നിക്ഷേപിക്കൂ, ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നു, ഇത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ 3 സുഹൃത്തുക്കൾക്ക്, എനിക്ക് നേരിട്ടറിയാവുന്ന സുഹൃത്തുക്കൾക്ക് 3 സുഹൃത്തുക്കൾക്ക് ഈ പറഞ്ഞ പോലെ 22,000 രൂപ നഷ്ടപ്പെട്ടു പോയി. അത് ഡീപ് ഫേക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. കാര്യം ഈ ഡീപ് ഫേക്കിനെ സാധാരണ ഞാനും കണ്ടതാണ്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ നോക്കുമ്പോൾ എനിക്കിത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇത് ഡീപ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത്. കാര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ക്രിപ്റ്റോ കറൻസിയുടെ വില കൂടുന്നു. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പം നമുക്ക് പ്രലോഭനം വരിടാനാണ്. അപ്പൊ ഞാൻ പിന്നെ എനിക്കിപ്പോ ഒറ്റയടിക്ക് ഇപ്പൊ 22,000 രൂപ ഒരു ദിവസം കൊണ്ട് 2 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ വേണ്ട എന്നുള്ള തീരുമാനമുള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്റെ 3 സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടു. ഇത് ഡീപ് ഫേക്കിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡീപ് ഫേക്ക് പോസ്റ്റുകൾ നിർത്തേണ്ടത് ഇന്ത്യയിലും കേരളത്തിലും വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയതയും ഈ മതസ്പർദ്ധയും ഒക്കെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ ഡീപ് ഫേക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യം. അതേപോലെ കുട്ടികളുടെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കുട്ടികളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും അതുപോലെ അഡോളസൻസ് ആയിട്ടുള്ളവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി. അതിനും ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് ഈ 2 വിഷയങ്ങളിൽ ഒരു തീരുമാനം മെറ്റയെ കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. എന്തായാലും ആ പോസ്റ്റ് പ്രധാനമന്ത്രിയുടെ പിൻവലിച്ചത് ഉചിതമായില്ലെങ്കിലും ഈ 2 കാര്യങ്ങളിലേക്ക് അത് കലാശിച്ചു. ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് ജോയൽ കാപ്ലൻ ഇന്നൊരു പത്രത്തില് അടിച്ചു വന്നേക്കുന്നത്, കാപ്ലൻ എന്നല്ല ക്ലാപ്പൻ എന്നാണ് അടിച്ചു വന്നേക്കുന്നത്. അപ്പൊ രണ്ടായാലും ജോയൽ കാപ്ലൻ ചെയ്ത നടപടി ഈ പറഞ്ഞതുപോലെ ഒരു നടപടി ആയിപ്പോയെങ്കിലും ഈ 2 കാര്യങ്ങളിൽ നമുക്കൊരു നേട്ടം ഉണ്ടായി. രണ്ടായാലും ഇനി അത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കരുതാം. ശരി, നന്ദി സർ.